ഓം നമ ശിവായ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ഭക്തി നിർഭരമായ വീഡിയോയിലേക്ക് സ്വാഗതം. അനന്തപുരിയിലെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉത്സവ ആചാര അനുഷ്ഠാനങ്ങളുടെ വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുകയും ആ പ്രോഗ്രാമുകളെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു ലൈബ്രറി രൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിപുരാതനമായ തിരുവനന്തപുരത്തെ തിരുമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കിരാതമൂർത്തി ഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന കുശക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ 2024 സെപ്റ്റംബർ 6 മുതൽ 9 വരെ നടന്ന സഹസ്ര കലശാഭിഷേകത്തിൻ്റെ സമാപന ദിവസം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളുടെ പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ 2 ഭാഗങ്ങളായി തയ്യാറാക്കി ഭക്തി പുരസ്സരം സമർപ്പിക്കുന്നു. ഇവിടെ നടന്ന സഹസ്ര കലശാഭിഷേകത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ക്ഷേത്രതന്ത്രിയായ ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അവർകളാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ഉള്ള പ്രദോഷ ദിവസത്തിൽ ഭഗവാനെ വൈകുന്നേരം നടക്കുന്ന അഭിഷേകാദികളോട് കൂടി അലങ്കരിച്ച് ഋഷഭവാഹനത്തിൽ എഴുന്നള്ളിക്കുന്നു. ഈ പ്രദോഷത്തിൽ പങ്കുകൊള്ളുവാൻ ധാരാളം ഭക്തജനങ്ങൾ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്നുണ്ട്. തുടർന്നുള്ള പ്രസാദ ഊട്ട് വളരെ വിശേഷമാണ്. ഇവിടത്തെ തിരു ഉത്സവം നടക്കുന്നത് മീനമാസത്തിലാണ്. മീനമാസത്തിലെ ഉത്രട്ടാതിക്ക് കൊടിയേറി തിരുവാതിര ദിവസം സമാപിക്കുന്നു. സമാപന ദിവസമായ 8ാം ഉത്സവ ദിവസം വൈകുന്നേരം ആറാട്ടുകടവിൽ ആറാട്ടും പ്രൗഢഗംഭീരമായ മനോഹരമായ ഘോഷയാത്രയും നടക്കുന്നു. ഉത്സവ നാളുകളിൽ ഇവിടുത്തെ സമൂഹസദ്യ വളരെ ശ്രദ്ധേയമാണ്. കുംഭമാസത്തിലെ ശിവരാത്രിയും കൂടാതെ ധനുമാസ തിരുവാതിരയും വളരെ ഭക്തിനിർഭരമായി ആചരിക്കപ്പെടുന്നു. ശ്രീ മഹാദേവനെ ഇവിടെ കിരാതമൂർത്തി ഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ഉപദേവതാ സ്ഥാനത്ത് ശ്രീ മഹാഗണപതിയെയും പുറത്ത് നാഗദേവതകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 2 കാവുകൾ സ്ഥിതി ചെയ്യുന്നു. തെക്കേക്കാവും പടിഞ്ഞാറേക്കാവും എന്നാണ് ഈ കാവുകൾ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് പുറത്തായി പുരാതനമായ ഒരു ക്ഷേത്രക്കുളവും ഇവിടെ കാണാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കുശക്കോട് ശ്രീ മഹാദേവരുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ നടന്ന സഹസ്ര കലശാഭിഷേകത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ അടിക്കാൻ ടൈം കിട്ടില്ല, അത് പറഞ്ഞു.
ഇത് ഒരു വിശിഷ്ട ദ്രവ്യമാണ് ശിവൻ്റെ ദ്രവ്യകലശത്തിൽ. ഈ കലശങ്ങൾ തന്നെ പല രീതിയിലാണ് നമ്മൾ നവകം കാണാറുണ്ട്. 25 കലശം എന്ന് പറഞ്ഞാൽ പഞ്ചവിംശതി ഉണ്ടാവും. അതിൻ്റെ മേളിലേക്കുള്ളതാണ് സപ്തദശ, 16 ഖണ്ഡബ്രഹ്മനും ഒരു ബ്രഹ്മനും. അതിൻ്റെ മുകളിലുള്ളതാണ് പഞ്ചവിംശതിയായിട്ടുള്ളത് 25. അത് 24 ഖണ്ഡബ്രഹ്മനും ഒരു ബ്രഹ്മനും. അതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പൂർത്തിയാക്കിയത്. അതിൽ ഈ ഒരു ദ്രവ്യമാണ് ചെങ്ങഴുനീർ പൂവ്. അപ്പോൾ ആലോചിച്ചോളുക എത്രത്തോളം ദേവർക്ക് ഒരു വിശിഷ്ട പുഷ്പമാണ് ഇതെന്നുള്ളത്. ഇതിൻ്റെ ലഭ്യത തന്നെ വളരെ അങ്ങോട്ട് എന്നാ ഉടനെ കിട്ടുന്നതല്ല. ഇത് പട്ടാമ്പിക്കടുത്ത് മലമക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, ശാസ്താവിൻ്റെ അമ്പലമാണ്. ഇങ്ങനെയൊന്നും പറയാൻ ആർക്കും പെട്ടെന്ന് മനസ്സിലാകുകയില്ല. MT വാസുദേവൻ നായരുടെ ഗ്രാമത്തിൻ്റെ അപ്പുറമുള്ള മലയാണ് മലമക്കാവ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും ഒരു തരത്തിലല്ലേ ഒരു തരത്തിൽ കൂടെ ഇത് ഈ സ്ഥലത്തെ പരാമർശിച്ച് പോകാതിരിക്കാറില്ല. ഒരു സിനിമ വരെയായി. എന്താ നീലത്താമര. ആ നീലത്താമരയാണോ ഇതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തെങ്കിലും അറിയില്ല. എന്നാലും ഈ മലമക്കാവിൻ്റെ തൊട്ട് താഴത്തെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം. അപ്പോൾ ഈ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര വിശിഷ്ടമായ ഒരു വസ്തുവാണ് ഇത്. ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ചില ചിട്ടവട്ടങ്ങൾ പൂർത്തിയാക്കി അവിടെ ഒരു ദിവസം ശയിച്ച് ആ താഴെ പൂജയുടെ നിവേദ്യാദികളും ഒക്കെ ഭജിച്ച്, പണ്ടായിരുന്നേ അവിടെ ഊട്ടുവരയിൽ ചെല്ലുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഇല്ല. പണ്ടതുണ്ടായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് വീണ്ടും ഈ പോകുന്ന ആൾക്കാർ കുളിച്ച് പ്രാർത്ഥിച്ച് നടക്കെ ചെന്ന് കഴിയുമ്പോൾ ഉഷപൂജ കഴിഞ്ഞാൽ മേശാന്തി അവിടുന്ന് മറ്റേ ചങ്ങലവിളക്ക് ആയിട്ടാണ് വരിക. ഈ കുളം അല്ലെ കിണർ എന്ത് വേണേലും പറയാം, അതിനുള്ളിലാണ് ഇതുള്ളത്. ഒരെണ്ണം പൊങ്ങി വരും. സ്വർണ്ണനാഗം അതിനെ കാത്ത് സൂക്ഷിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ചിലർ കണ്ടതായിട്ടും ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഉണ്ട് എന്ന വിശ്വാസത്തിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ദേവനല്ല, നമുക്ക് യോഗമുണ്ടെങ്കിൽ ഈ ഒരു പൂ കിട്ടും. അല്ല എങ്കിൽ അതേ പോയ പോലെ തിരിച്ചു വരിക. വേറെ പ്രശ്നം അതിനകത്ത് എന്താ വെച്ചാൽ, സത്യത്തിൽ ശാസ്ത്രം പറയുന്നത് ഇതില്ലാണ്ട് ഒരു കലശം ദേവന് വേണ്ടി വന്നാൽ ഇത് ലഭ്യമാക്കിക്കൊണ്ട് അടുത്ത് ചെയ്തോളാം. സഹസ്രകലശം എന്ന് പറയുന്നതിൻ്റെ ആ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാണ്. അപ്പോൾ ഈ ഒരു പൂവില്ല, കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഒരു സഹസ്രകലശം നടത്തുക. പറഞ്ഞു വന്നത് ഇതിൻ്റെ പ്രാധാന്യമാണ് ആണല്ലോ. അപ്പോൾ ശാസ്ത്രം പറയുന്നത് നമ്മൾ ഇപ്പോൾ 2-3 തവണയായി നമുക്ക് ഭാഗ്യം ഇന്ന് വരെയും ഒരു മുടക്കം വന്നിട്ടില്ല. ഈ ഒരെണ്ണോ രണ്ടോ ചില സമയം എത്രയോ ആൾക്കാർ തിരിച്ചു വരാറുണ്ടെന്നറിയാം. നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ? അതാണ് ചെങ്ങഴുനീർ പൂവ്. ഇത് വളരെ ചെറുതൊരു മൊട്ടാണ്, കുറെ കൂടെ ഒക്കെ വലുതാവും ഇത്. കഴിഞ്ഞ ദിവസം വലുത് കിട്ടി, കഴിഞ്ഞപ്പോൾ വിരിയും. ചെങ്ങഴുനീർ പൂവെന്ന് അതിന് പറയാം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനെ പറയുന്നുണ്ട്. ഫാമിലി ഒരേ കുടുംബമാണവര്. അതാണോ ഇത് എന്ന് ചോദിച്ചാൽ ചിലർ പറയാറുണ്ട് ഇവിടെ ഈ അഗസ്ത്യ മലകളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്ഥിരീകരണമൊന്നുമില്ല.
എന്തായാലും ഭഗവാന് അത്രയേറെ എന്താ പറയുക വിശിഷ്ടമാണ് ഈ ദ്രവ്യം. ഇപ്പം നിലവിൽ പാലക്കാട് മാത്രമേ ഉള്ളൂ. അവിടെ കാണാറുള്ളൂ. പട്ടാമ്പിയിലെ മലമക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. അത് വളരെ പരിപാവനത്തോടു കൂടിയാണ് അത് അവിടെ സൂക്ഷിക്കുന്നത്. അത് വെറുതെ ഒന്നുമല്ല. അകത്ത് ദേവന് പൂജ കഴിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് മേശാന്തി ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുക. ദൈവാധീനത്തിന്റെ ഒരു സ്കെയിലിംഗ് ആണ്. അത് പോയ ആൾക്കാരോട് കൂടുതൽ ചോദിക്കാം. ഇദ്ദേഹമല്ലേ ഇത്തവണ പോയത്? എന്തായിരുന്നു അവിടുത്തെ അനുഭവം പറഞ്ഞുകൊണ്ടേ? നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അന്ന് പോയപ്പോൾ നമ്മൾ വളരെ ലേറ്റായി. 7 മണിക്ക് അവിടെ എത്തി. ഞങ്ങളിതിന് വഴി വെച്ച് വിളിച്ചപ്പോൾ പല വർഷം വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല മാനേജർ. പിന്നെ അവിടെ പട്ടാമ്പിയിൽ അവിടെ എത്തിയപ്പം ഫോൺ എടുത്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തുന്നു. അപ്പോൾ 7:30 വരണം, വന്ന് നടയ്ക്ക് പണം വച്ച് പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടില്ല പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് പോറ്റിയാണ്ട് കത്തിച്ചങ്ങ് പോയി. പിന്നെ അവിടെ കൃത്യമായി 7 മണിക്ക് നമ്മൾ അവിടെ എത്തി. കുളത്തിൽ ഇറങ്ങി നമ്മൾ കുളിച്ചു. മുറിയും പോയാൽ പറ്റില്ല. അങ്ങനെ കുളത്തിൽ ഇറങ്ങി ഞാനും ചേട്ടനും പോറ്റിയും കൂടെ നമ്മൾ തിരുമേനിയും കൂടെ കൊണ്ടുപോയി, കൃഷ്ണൻ പോറ്റിയും കൂടെ കൊണ്ടുപോയി. അത് 2 കഴിഞ്ഞ വർഷം അധികം. അതാണ് എൻ്റെ ഒരു സങ്കല്പമായിരുന്നു. പോവും. പക്ഷേ എനിക്കൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതായത് തിരുമേനിയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം എനിക്ക് അത് അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഒരു എതിർപ്പ് കൂടാതെ അങ്ങനെ പറഞ്ഞു ശരി ഞാൻ പറയാൻ തയ്യാറാണ് ചേട്ടാ. അനന്ത പറഞ്ഞ ചേട്ടാ ഞാൻ കൂടെ നമ്മളെ വണ്ടി പോവാം എന്ന് അന്ന് കഴിഞ്ഞ 21-നും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് നടയ്ക്ക് പണം വെച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, നേരെ റൂമിൽ പോയി. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് തൊഴുത് വരാഹമൂർത്തിയിലും അവിടെ ഒരു വഴിപാട് കൊടുത്ത് ഇത് കിട്ടുന്ന എനിക്ക് വേണ്ടി വരാഹമൂർത്തി നേരത്തിൽ ഒരു നേർച്ച നടത്തിയിട്ട് ഒരു വഴിപാട് കൊടുത്തിട്ട്, പക്ഷേ അത് 11 മണിക്ക് വഴിപാട് നടക്കുള്ളൂ. നടത്തിയിട്ട് നമ്മൾ നേരെ വന്ന് അദ്ദേഹം ഉച്ചപ്പുഴ കഴിഞ്ഞിട്ട് വന്ന് പാണി വിളക്കും കൊണ്ടുവന്നാണ് താക്കോലെടുത്ത് തുറന്ന് ഇതൊരു കുളത്തിൻ്റെ സൈഡിൽ കിണർ പോലെ കെട്ടിയിട്ടുണ്ട്. അതിനകത്താണ് ഇത് വളർത്തുന്നത്. ദേവസ്വം ബോർഡിന് ഫീസ് അതിനാണ് അവിടെ 2701 രൂപ അടയ്ക്കണം. ഈ 2701 രൂപ അടയ്ക്കണം. ദേവസ്വം ബോർഡൊന്നും ദേവസ്വം ബോർഡല്ല, പ്രൈവറ്റ് അമ്പലമാണ്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ്. കാണുമ്പോൾ അറിയാം നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ്. പക്ഷെ അത് ചെന്ന് കാണുമ്പം ഒരു ചെറിയൊരു അയ്യപ്പൻ ശാസ്താവാണ്. പിന്നെ ബാക്കി ഉപദേവതകളൊക്കെ ഉണ്ട്. പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹം ആദ്യം കുളത്തിലിറങ്ങി കിണറ്റിലൊക്കെ തുറന്ന് ഇറങ്ങിയപ്പോഴും ആദ്യം 2-3 പ്രാവശ്യം ഇത്ര നീളമുള്ള തോട്ടയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കിണ്ടി പല വള്ളി എടുത്തെടുത്ത് വന്നപ്പോൾ കിട്ടിയില്ല. തിരിച്ച് വീണ്ടും അമ്പലത്തിനകത്ത് പോയി തിരിച്ച് വന്ന് വീണ്ടും ഇറങ്ങിയിട്ടാണ് രണ്ടാമത് ഇറങ്ങി തപ്പിയെടുത്തപ്പോഴാണ് ഒരെണ്ണം ഇത് കിട്ടിയത്. വേറെ ഒന്നുമില്ല, ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ എന്തെന്നാലും നിങ്ങൾ വന്നതിന് നിരാശപ്പെടുത്താതെ ഭഗവാൻ നിങ്ങളെ കാത്തിരക്ഷിച്ചു എന്ന് പറയും. എന്നിട്ട് ഇതിനെ കൊണ്ട് അമ്പലത്തിനകത്ത് കൊണ്ടുവന്ന് പൂജിച്ചിട്ടാണ് നമ്മളിൽ പാക്ക് ചെയ്ത് നമുക്ക് തരണം. മനുഷ്യരും ഈ പ്രകൃതിയിലുള്ള സർവ ജീവജാലങ്ങളും ചില തത്വങ്ങളുടെയും കലകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്കറിയാവുന്ന പഞ്ചഭൂതം എന്ന് പറയുന്ന പഞ്ചതത്വത്തെക്കുറിച്ചാണ്. എന്നാൽ അങ്ങനെയല്ല, ശിവൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ 36 തത്വങ്ങളും 96 കലകളും ഒക്കെയാണ്. അപ്പോൾ ഈ കലകളുടെ പോഷണമാണ് കലശത്തിൽ കൂടെ സാധ്യമാക്കുന്നത്. അതാണ് തന്ത്രശാസ്ത്രം. അതിനുള്ള ക്രിയാപദ്ധതിയാണ് ഒരുക്കി നമ്മളിലേക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്താൽ ഫലം ഉറപ്പാണ്. മറിച്ചാണെങ്കിൽ അതും അങ്ങനെയാണ്. ഒരു നാണയത്തിന് ഒരു വശം മാത്രമല്ല എന്ന് പറയുന്നത് പോലെ എന്താണോ ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് അതിൻ പ്രകാരം ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ ക്രിയാപൂർത്തി വരുത്തുക. അതാ ഇപ്പോൾ നമ്മൾ ഇവിടെ ആദ്യ ദിവസം ശുദ്ധിയോടുകൂടിയാണ് ക്രിയകൾ തുടങ്ങിയത്. ശുദ്ധി എന്ന് പറയുമ്പോൾ പ്രാസാദ ശുദ്ധി എന്ന് കരുതും. അത് പ്രാസാദം, അത് ദേവൻ്റെ ആ സ്ഥൂല ശരീരമാണ്. എൻ്റെ സ്ഥൂല ശരീരമാണ് ഈ കാണുന്നത്. സൂക്ഷ്മം എന്ന് പറയാം, സൂക്ഷ്മ ശരീരം, അത് എൻ്റെ അകത്തുള്ള ആ ചൈതന്യം, ജീവൻ എന്നൊക്കെ പറയാം. അതേ തത്വം തന്നെയാണ് ക്ഷേത്രത്തിലും ബന്ധിച്ചിട്ടുള്ളത്. സ്ഥൂല ശരീരം ഈ പ്രാസാദത്തിൻ്റെയൊക്കെ, സൂക്ഷ്മം എന്ന് പറയുന്നത് ആ ബിംബോപാധിയിലേക്ക് സംക്രമിപ്പിക്കപ്പെട്ടിട്ടുള്ള പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം. അത് ശിവനായിട്ട് ഉള്ള കലാപങ്ങളിലൂടെ ശിവനാക്കിയുള്ള ആ ബിംബോപാധിയിലേക്ക് സംക്രമിപ്പിച്ചിട്ടുള്ളതാണ്
ആ ബിംബത്തിൽ കൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുക. പ്രാസാദം എന്ന് പറയുന്ന സ്ഥൂലവും ബിംബ ഉപാധി എന്ന് പറയുന്ന ബിംബത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കപ്പെടുന്ന ആ ചൈതന്യം, അത് സൂക്ഷ്മ ശരീരവും. അപ്പം ആദ്യം പ്രാസാദത്തിൻ്റെ ശുദ്ധിയാണ് ചെയ്യുക, സ്ഥൂല ശരീരത്തിൻ്റെ. തുടർന്ന് സൂക്ഷ്മ ശരീരത്തിൻ്റെ ശുദ്ധികളാണ് പല തരത്തിലുള്ളതുണ്ട്. എന്താ നോട്ടീസിൽ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാകും. ചതുശുദ്ധി ധാര എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മൃത്തുകൾ, മണ്ണും അതുകൊണ്ടൊക്കെ ഉള്ള ബാഹ്യമായ ലേപനം ചെയ്തുള്ള തേച്ചു കഴിയലും ഒക്കെയാണ്. തുടർന്ന് ധാരവിശേഷ മന്ത്രങ്ങൾ കൊണ്ട് വിശേഷ രൂപേണയുള്ള വാദ്യപ്രയോഗങ്ങളാൽ ആണ് ധാരധാരയായി ദേവൻ്റെ ശിരസിലൂടെ ആ ജലം ഒലിച്ചിറങ്ങുന്നത്. അതിൽ കൂടെ സാധ്യമാകുന്നത് ആ ശരീരത്തിനുള്ളിലുള്ള എന്താ പറയുക, ആ നാഡീഞരമ്പുകളിൽ കൂടി ഈ മന്ത്രപൂരിതമായിരിക്കുന്ന ജലം ശിരസിൽ തൊട്ട് പാദം വരെ ഒഴുകിയിറങ്ങുമ്പോൾ ഉള്ളിലുള്ള ആ ദുഷിപ്പുകൾ, കലർപ്പുകൾ, മാലിന്യങ്ങൾ അതൊക്കെ ഒഴുകിപ്പോകും. അതാണ് ധാരയുടെ തത്വം. അത് കഴിഞ്ഞാൽ പഞ്ചകം എന്നൊക്കെ പറഞ്ഞ് അതതിൻ്റെ ക്രിയാപദ്ധതിയാണ്. തുടർന്നാണ് പ്രായശ്ചിത്തങ്ങളൊക്കെ. അവസാനം തത്വഹോമത്തിലേക്ക് എത്തുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന തത്വങ്ങൾ ശിവനാകുമ്പോൾ അതാണ്, ശിവനാണ് ഏറ്റവും മുഴുവൻ തത്വങ്ങളും ബന്ധിച്ചിട്ടുള്ള ഒരു ദേവത എന്ന് പറയുന്നത് മലയാള തന്ത്രശാസ്ത്രത്തിൽ ശിവനാണ്. ശിവനാണ് സത്യത്തിൽ, ശിവനപ്പുറത്തൊന്നുമില്ല. ശിവന് ഈ 36 തത്വങ്ങളാണ്, അഖില തത്വങ്ങൾ. അപ്പം ഈ തത്വങ്ങളെ ഓരോന്നിനെയും ആവർത്തിച്ച് ഹോമിച്ച് അത് അതേ തത്വങ്ങളെ കൊണ്ട് പൂരിതമായിരിക്കുന്ന കലശത്തിലാക്കി ആ സംവാദത്തെ അത് ദേവനിൽ ആടി ചൈതന്യപൂർത്തിയെ വരുത്തുക. തുടർന്നാണ് ഈ ഇപ്പം സഹസ്രകലശമെങ്കിൽ സഹസ്രകലശം, അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സപ്തദശയിലുള്ള ബ്രഹ്മൻ, ഏതായാലും ആ ബ്രഹ്മകലശത്തിൽ ദിവ്യകലശം ആടി ബ്രഹ്മനിലൂടെ ആടി കഴിയുമ്പോഴാണ് താൻ ആരാണ് എന്ന സ്വത്വം ദൈവം തിരിച്ചറിയുന്ന സമയമാണ്. തുടർന്നാണ് ആ അനുഗ്രഹ കലകളുടെ പ്രവാഹം അർഹിക്കുന്നവന് കിട്ടുന്നത്. കാരണം ഇത് എപ്പോഴും ക്ഷേത്ര എന്ന് പറഞ്ഞാൽ അയത്ന ലളിതമല്ല ഒന്നും. ഇനി ഒരു അടിസ്ഥാനമായ വേറൊരു കാര്യം പറയാം. മലയാള തന്ത്രശാസ്ത്ര പ്രകാരം പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ള ആ ക്ഷേത്രങ്ങളിലെ ഭക്തന്റെ സൗകര്യത്തിനല്ല ആ ക്ഷേത്രങ്ങൾ. ദേവന്റെ ആ ഏത് ദേവനാണോ, ഇപ്പം ഇവിടെ നാം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു ശിവലിംഗമാണ്, ശിവനാണ്. എന്നാൽ ആ പ്രത്യേക സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണം. ഇത് കൈരാതിയാണ്, കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കൈരാതിയായിട്ടുള്ള ശംഭുവിനെയാണ് നാം ഇവിടെ കാണേണ്ടത്. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്നുള്ള ആ അനുഗ്രഹം വേണ്ട മാത്രയിൽ ഭക്തരിലേക്ക് എത്തുള്ളൂ. അപ്പം അങ്ങനെ ആ കലശവും കൂടെ ആ സഹസ്ര കലശാഭിഷിക്തനാകുന്നതോടുകൂടി ദേവൻ പരിപൂർണ ചൈതന്യവാനാവുക. അങ്ങനെയുള്ള ദേവനിൽ തൻ്റെ ആത്മസമർപ്പണം, കാരണം ദേവൻ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വിഭിന്നനല്ല, ഞാൻ തന്നെയാണ് ദേവൻ, അല്ലേ? എന്നിലുള്ളത് ജീവാത്മാവാണ്, മറ്റത് പരമാത്മാവാണ്. പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് ഞാനും. അപ്പം ഞാൻ എന്നെ കാണുകയാണ് അവിടെ വേണ്ടത്. അപ്പോഴാണ് ആ താതാത്മ്യം പ്രാപിക്കുക. ഒരു മാത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? ക്ഷേത്രത്തിൽ വരുന്നു, മണിക്കൂറുകളോളമൊക്കെ നമ്മൾ തൊഴുന്നുണ്ടാവാം. പക്ഷേ ഏതേ ഒരു നിമിഷം മാത്രം നമ്മൾ പെട്ടെന്ന് കണ്ണം കടയ്ക്കും, ഇല്ലേ? ആ താതാത്മ്യം അവിടെ ആയി എന്നുള്ള ഞാൻ കാണുകയാണ്. അല്ല, ശബരിമലയിൽ മാത്രമല്ല തത്വമസി, ഓരോ ക്ഷേത്രവും തത്വമസി തന്നെയാണ്. അത് നാം അറിയണം എന്നാ. അത് ഞാൻ തന്നെയാണ്, ഇത് എൻ്റെ കണ്ണാടിയാണ് സത്യത്തിൽ ആ ബിംബം, ഞാൻ കാണണം. അതിനുള്ള മാർഗമാണ് നമ്മുടെ പൂർവ്വസൂരികൾ ഇത്രയേറെ എടുപ്പിലും മട്ടിലും ഒക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമ്മുടേത് പ്രയത്നം എന്താ വേണ്ടേ? ഇതിന് യാതൊരു കോട്ടവും തട്ടാതെ ഇതേപോലെ പരിപാലിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക. ആ ഉത്തരവാദിത്വമാണ് നമുക്ക്, ഇല്ലേ? കാരണം ദേവൻ സൂര്യനും ചന്ദ്രനും ഉള്ള കാലം വരെ ഇവിടെ ഉണ്ടാവും. നമ്മളൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് തിരിച്ചു പോകും.
ഓരോ തലമുറയ്ക്കും ഈ സൗഭാഗ്യം ഉണ്ടാവണം ഇതേപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഏത് ക്ഷേത്രത്തിലും എന്ത് നിർമ്മാണാദി കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ പരമ്പരാഗത നിർമ്മാണ വസ്തുക്കൾ കൊണ്ട് തന്നെ വേണം എന്ന് പറയുന്നത്. ആ ഊർജ സംക്രമണം അവിടെ അപ്പോഴേ സാധ്യമാവുകയുള്ളൂ. പലതുകൊണ്ട് അത് അത് കാലം കൊണ്ട് വന്നു പോകുന്നതാണ്. നാളെ ഒരു കാലമാകുമ്പോൾ അതെല്ലാം മാറ്റി വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തും. കാരണം അങ്ങനെയാണ് കാലം ഓടിക്കൊണ്ട്, കാലചക്രത്തിൻ്റെ ആ ഒരു സഞ്ചാരം അങ്ങനെ തന്നെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ക്രിയ തുടങ്ങുന്നതിന് മുൻപ് ഒരു എന്താ പറയുക, മൂർച്ചയില്ലാത്ത ഒരു പിച്ചാത്തി കയ്യിലിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഞാനൊരു പഴം മുറിക്കുന്നു. പഴം മുറിയുകയില്ല, ഇങ്ങനെ കിടന്ന് ഞാൻ എന്ന് പറഞ്ഞിരിക്കും. ആ പഴം അവിടെ തന്നെ വയ്ക്കും. ഇതെടുത്ത് കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോകുന്നു. ആ പിച്ചാത്തി കൊല്ലൻ്റെ ആലയിൽ ചെന്ന് അത് കൊല്ലൻ ആ പ്രോസസ്സിങ്ങൊക്കെ നടത്തി തിരിച്ച് നമ്മുടെ തരും. പഴം അത് തന്നെ, പിച്ചാത്തി അത് തന്നെ. തൊട്ടാൽ മതി, ആ പഴം മുറിയും. ഇല്ലേ? സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. അലക്ഷ്യമായിട്ടാണെങ്കിൽ കയ്യും മുറിയും. അല്ലേ? അപ്പോൾ ദേവനോട് ഇടപെടേണ്ടത് ആ ഒരു രീതിയിൽ വേണം. അപ്പോൾ പൂർണ്ണ തൃപ്തനായിരിക്കുന്നു, അല്ല അനുഗ്രഹപ്രഭ ചൊരിയുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ദേവൻ വിരാജിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കരുതൽ വേണ്ടത്. ഇല്ലേ? രക്ഷിക്കാൻ അധികാരമുള്ളവന് ശിക്ഷിക്കാനും അധികാരമുണ്ട്. ദേവൻ ഒരിക്കലും വടി എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നേ കാലം കടന്നു പോയല്ലേ നമ്മളെയൊക്കെ തന്നെ. 응.